പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളും മാതൃഭൂമി ദിനപത്രവും ചേർന്ന് KG, LP, UP വിഭാഗം കുട്ടികൾക്കായി നിറച്ചാർത്ത് ചിത്രരചനാ മത്സരം നടത്തി. വാഗ്മിയും സാമൂഹിക പ്രവർത്തകനുമായ VK സുരേഷ് ബാബു കൂത്തുപറമ്പ് ഉദ്ഘാടനം ചെയ്തു. കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളും മാതൃഭൂമി ദിനപത്രവും ചേർന്ന് KG, LP, UP വിഭാഗം കുട്ടികൾക്കായി നിറച്ചാർത്ത് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. വാഗ്മിയും സാമൂഹ്യ പ്രവർത്തകനുമായ VK സുരേഷ് ബാബു കൂത്തുപറമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. പഠനം പോലെ തന്നെ ജീവിതവും A+ ആയിരിക്കണമെന്ന വിഷയത്തെ ആസ്പദമാക്കി അദ്ദേഹം പ്രഭാഷണം നടത്തി. മടിയിൽ ചേർത്ത് ചേണാർന്ന മട്ടിൽ അങ്കുലീ വിഭ്രമം തുടർന്നാൽ രാഗം കാട്ടിടും വിഭഞ്ചിക. മടിയിൽ ചേർത്ത് ചേണാർന്ന മട്ടിൽ അങ്കുലി വിഭ്രമം തുടരണം. ഒരു വീണ വാങ്ങി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചതുകൊണ്ട് അത് വെറും വിലക്കു വാങ്ങിയ വീണയായി പോകരുത്. അതിൽ അങ്കുലി വിഭ്രമം തുടരണം. അത് മീട്ടണം. അതിൻ്റെ തന്ത്രികളിൽ വിരലോടിക്കണം. ആ തന്ത്രികളിൽ വിരലോടിക്കുന്നതിന് മുമ്പ് നിങ്ങളും വീണയും തമ്മിൽ, വീണ എന്നത് നിങ്ങളുടെ കുട്ടികളാണ്, നിങ്ങളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിന് ഒരു മുറുക്കമുണ്ട്. അതെന്താണ് ആ മുറുക്കം? അധികം മുറുക്കിയാൽ വീണക്കമ്പികൾ പൊട്ടിത്തെറിച്ചു പോകും. എന്നാൽ ലൂസാക്കിയിട്ടാലോ പാട്ട് വരില്ല. അതിന് മുറുക്കാതെ എന്നാൽ അയക്കാതെയുള്ള ഒരു മുറുക്കം ഉണ്ടല്ലോ. ഈ മുറുക്കം പഠിക്കുക എന്നതാണ് രക്ഷകർത്തൃത്വം. രക്ഷകർത്തൃത്വം എന്ന് പറയുന്നത് മക്കളെ പ്രസവിച്ച് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും സ്കൂളിലെ ഫീസും കൊടുക്കലാണെന്ന് ധരിച്ചു പോയിരിക്കുന്നവരാണ് നമ്മുടെ മിക്ക രക്ഷിതാക്കളും. നിനക്ക് തിന്നാനുള്ള തരുന്നില്ലേ? നിന്റെ ഫീസ് അടക്കുന്നില്ലേ? നിനക്ക് ഉടുക്കാൻ വസ്ത്രമായി തരുന്നില്ലേ? നീ എന്താ പിന്നെ ഇങ്ങനെ എന്ന് പലരും ചോദിക്കാറുണ്ട്. അത് കൊടുക്കുന്നതൊരു വലിയ മഹാത്യാഗമൊന്നുമല്ല. കാരണം അതെല്ലാം നിങ്ങൾ കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കുന്നതാ. നിങ്ങളുടെ അച്ഛനും അമ്മയും തന്നതാ നിങ്ങൾക്കതെല്ലാം. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം അത് നിങ്ങളുടെ മക്കൾക്ക് കടം കൊടുക്കുന്നു. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് മക്കളുടെ പേരിൽ യാതൊരു അധികാരവും ഇല്ലെന്ന് ഓർക്കുക. കാരണം അത് തലമുറയായിട്ടുള്ള ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന പ്രക്രിയയാണ്. മഴ പെയ്തു തരുന്നില്ലേ എന്ന് മഴ പറയുന്നത് പോലെയാണത്. മഴക്ക് പിന്നെ പെയ്യാതെ നിവൃത്തിയില്ലല്ലോ. വെയിലത്ത് കടലിലും പുഴയിലുമുള്ള വെള്ളം നീരാവിയായിട്ട് ആകാശത്ത് പോയാൽ അത് അവിടെ സ്റ്റോക്ക് ചെയ്യാൻ സംവിധാനമൊന്നുമില്ല. അത് മഴയായിട്ട് പെയ്യലേ നിവൃത്തിയുള്ളൂ. അതേപോലെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ അവൻ്റെ ശരീരത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന പ്രക്രിയ നിങ്ങളുടെ സ്വാഭാവിക പ്രക്രിയയാണ്. അതിൻ്റെ മേലെ നിങ്ങൾ അവകാശവാദം അവരോട് പറയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് സ്വയം തോന്നരുത്. KG, LP വിഭാഗം കുട്ടികൾക്ക് കളർ ചെയ്യാനുള്ള ചിത്രങ്ങളാണ് നൽകിയത്. UP വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിഷയം നൽകി അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മത്സരം. ചിത്രം വരച്ചവർക്ക് 3 വിഭാഗത്തിലും സമ്മാനങ്ങൾ നൽകി. സ്കൂൾ ചെയർമാൻ C. ഷാജി നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.